അതെ ഹലോ ഒന്ന് നിന്നേ. അല്ല ഇതെല്ലാരും കൂടി എങ്ങോട്ട് കയറി പോകുന്നു? ഞങ്ങക്ക് കളക്ടർ മാഡത്തെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഭാര്യയെ കാണാൻ ഭർത്താവിന് അപ്പോയിന്റ്മെന്റാ? ഇത് എവിടത്തെ ന്യായോ? ഭാര്യ ഭർത്താവോ? ഏത് ഭർത്താവ്? ഏത് ഭർത്താവെന്നോ? കലക്ടർ മാഡത്തിന് ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ, അത് ഞങ്ങളുടെ വിഷ്ണു ആശാനാ. ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇത് എവിടെ പോയി? നിങ്ങൾ ആരുടെ കാര്യം ഈ പറയുന്നത്? ഇത് സ്ഥലം ഏതാണെന്ന് അറിയാലോ. ഒന്ന് സമാധാനപ്പെടേണ്ട പെങ്ങളെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത്ര നേരം ഞങ്ങളുടെ ഒപ്പം വന്ന ആളാണെന്നേ. എന്റെ അച്ഛൻ ഒന്നിങ്ങി വന്നേ. വരുന്നത് കണ്ട. അച്ഛനെ ഇനി നേരെ ചൊവ്വെന്ന് കാര്യം പറഞ്ഞേ. സാറായിരുന്നു. പിന്നല്ലാതെ അച്ഛനെ പറഞ്ഞു കൊടുക്ക. അച്ഛനെ ഞങ്ങക്ക് കളക്ടർ മാഡത്തൊന്ന് കാണണമെന്ന്. അതെ, ഈ കളക്ടർമാർ ശാലിനി ഒന്ന് കാണാനായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഭർത്താവിന് ഭാര്യയെ കാണാൻ അനുവാദം വേണം. അതെ, തൊഴിലുറപ്പിന് വന്ന ഭാര്യയെ കാണാൻ വേണ്ടിട്ടല്ല, കളക്ടറായ ഭാര്യയെ കാണാൻ വേണ്ടിട്ട് ആശാൻ വന്നേ. അതിനൊരു ഗമ വേറെ തന്നെയാ. എടോ, മാഡം, വിഷ്ണു സാറും 2-3 ആളുകളും പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. വിഷ്ണുവേട്ടൻ വരാൻ പറയും. ശരി മാഡം. ചെല്ലാൻ പറഞ്ഞു. അച്ഛനെ വാ. അല്ലടാ നിങ്ങൾ ചെല്ലേ. അച്ഛൻ വാ. അതല്ലടാ നിങ്ങൾ ചെല്ലേ. അച്ഛൻ വന്നേ. അച്ഛനെ അച്ഛനല്ലേ മുന്നിൽ നടക്കണ്ട. വാ. എടോ, അല്ല പിന്നെ ചോദിച്ചപ്പോഴേ പുളിങ്കുരു പോലെ ഞാൻ പണമെടുത്ത് എറിഞ്ഞത്. എന്തായാലും എറിഞ്ഞു. ഇനി അത് സാവധാനത്തിൽ പെറുക്കിയെടുക്കാനുള്ള ഒരു സാവകാശം കൂടി താ. എന്നാലല്ലേ മുതിരും പതിരും തിരിഞ്ഞ് അതൊന്ന് തിരിച്ചടുക്കി പെറുക്കി എടുക്കാൻ പറ്റൂ. അകത്ത് കയറിയിരുന്ന് പെറുക്കിയെടുക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഒരു വിരോധവും ഇല്ല, എനിക്കെന്റെ പണം കിട്ടിയാ മതി. നിങ്ങൾ രണ്ടുപേരും അറിയാൻ വേണ്ടി പറയുക, ആ രോഹിത് എന്ന് പറയുന്നവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവന്റെ കയ്യിൽ നിന്ന് ആ പ്രമാണം എഴുതി വാങ്ങിക്കാതെ എനിക്ക് ഉറക്കം വരികയില്ല. അത് എന്റെ കയ്യിൽ കിട്ടുന്നവരെ നിങ്ങൾ രണ്ടുപേരും ഞാൻ ഉറക്കുകയില്ല. കാരണമേ എന്റെ കാശിന് എനിക്ക് ദണ്ണമുണ്ട്. കേട്ടില്ലടി, മലേഷ്യയിൽ കോടികൾ കൊണ്ട് അമ്മാനെ പടുന്ന വലിയ ബിസിനസ് മാഗ്നറ്റ് ആണ്. ഒരു 15 കോടിക്ക് വേണ്ടിട്ട് ഇരുന്ന് കരയുന്ന കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുവാണോ? എടോ, ഞാനാണെങ്കിൽ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയനെ. അത് എത്ര കോടിയാണെങ്കിലും അഭിമാനം അടിയറ വെച്ചുള്ള ഒരു പരിപാടിക്കും ഈ ചന്ദ്രബോസിനെ കിട്ടില്ലടോ. എനിക്ക് ഇച്ചിരി അഭിമാന കുറവുണ്ട്, അതൊരു കുറച്ചിലായി എനിക്ക് തോന്നുന്നില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ സംസാരിച്ച് മുഷിച്ചിലുണ്ടാക്കിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് അത് എഴുതി വാങ്ങിക്കാനുള്ള വഴി നോക്കണം. അത് ഏത് രീതിയിലാണോ ആ രീതിയിൽ. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് രണ്ടുപേർക്കും മനസ്സിലായി കാണുന്നു തോന്നുന്നു. എന്തായാലും സ്വന്തം മനസ്സുകൊണ്ട് അവനതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ശ്രീകൃഷ്ണന് ബുദ്ധനൊന്നും അല്ലല്ലോ, പക്കാ ക്രിമിനലാ. പുറമേ കാണുന്ന മുഖമൊന്നും അല്ല അവനുള്ളത്. അപ്പൊ നോക്കിയും കണ്ട് കാര്യങ്ങൾ നീക്കില്ലെങ്കിലേ മുതൽ അവന്റെ ഇരിക്കും. കാര്യം പപ്പി അവന്റെ കൊച്ചല്ലാന്ന് 1000 വട്ടം അവൻ പറയുമെങ്കിലും അവനെ അച്ഛാന്ന് ആദ്യം വിളിച്ചത് അവളാ. ആ ഒരു സോഫ്റ്റ് കോർണർ അവന്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. നമുക്കതൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം. എന്നിട്ട് അവളെ വെച്ച് വില പറയിക്കണം. അതിലേ അവൻ വീഴൂ. പപ്പിയെങ്കിൽ പപ്പി. ഇനിയിപ്പൊ പപ്പിയെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും പപ്പനെ ഇറക്കണം. ഇത്രയും പോയി കിടക്കുന്ന എനിക്ക് അവന് വേണ്ടി ഒരു ആരാച്ചാരം ഏർപ്പാടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂലേ? മണ്ടത്തരം പറയാറോ? എടോ, അവനെ ഇപ്പൊ കൊന്നു കഴിഞ്ഞാണല്ലോ തന്റെ 15 കോടിയുടെ മുതല് അവന്റെ ഭാര്യയുടെ അണ്ണാക്കിലോട്ട് പോകും, താൻ ജയിലിലോട്ടും പോകും.
അതെ, രണ്ടുപേരും പോയി ഉടുപ്പൊക്കെ മാറിയേ, നമുക്ക് എന്തേലും കഴിക്കാം. പോയിക്കോ. ആ രാജി, എന്തായി കടയിലെ കാര്യങ്ങളൊക്കെ? എല്ലാം ഒതുക്കി ശാരദാമ്മേ. ആ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. അപ്പൊ എങ്ങനെയാ നമ്മുടെ പ്ലാൻ? കുട്ടിയുടെ വായും മുഖം പൊത്തി കൈകാലുകൾ കൂട്ടിക്കെട്ടി കാറിന്റെ ഡിക്കിക്കകത്തേക്കിടാം. ഡിക്കിലിട്ട ശ്വാസം മുട്ടില്ലേ? എന്നാ കാറിന്റെ അകത്തേക്കിടാം. ഇനി നിലവിളിച്ചാൽ തന്നെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടും വയ്ക്കാം. അത് നല്ല ഐഡിയ. ഇനി എന്തെങ്കിലും വേണോ? ഞങ്ങൾക്ക് വേണ്ടതല്ല അപ്പുറത്താ വെച്ചേ. എന്താ പറഞ്ഞ? അല്ല, അപ്പുറത്തെ വീട്ടുകാരുടെ തന്നെ ആണോ ഈ കടയെന്ന് ചോദിക്കായിരുന്നു. വീണ്ടും കാറോ? ഇത് പക്ഷേ കുറച്ച് വിലപിടിപ്പുള്ള കാറാ. കാര്യങ്ങൾ അല്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ആളുകൾ ചില്ലറക്കാരല്ല. നീ എന്താ നേരത്തെ? ഇന്ന് ഓട്ടോക്കാരുടെ കോളനിയിൽ ഒരു സമ്മാനദാനം ഉണ്ട്. കുട്ടികളെ കൊണ്ട് ചെല്ലണം. ഇനിയിപ്പോ എന്ത് ചെയ്യും?